സഞ്ചാരികളായ പക്ഷികളെ മോഹിപ്പിക്കുന്ന ദേശമാണ് നമ്മുടെ കേരളം. കൊല്ലം തോറും മുറ തെറ്റാതെ ദേശാടനക്കിളികൾ കടലും മലയും കടന്ന് ഇവിടെ എത്തുന്നു. ഇന്ന് ഈ വിരുന്നുകാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹരിതാഭയാലും തെളിനീർ ചോലകളാലും സമ്പന്നമായ നാടായതുകൊണ്ട് തന്നെ കേരളം ദേശാടന പക്ഷികളുടെ ഇഷ്ടവിഹാര കേന്ദ്രമാണ്. എല്ലാ ദേശാടന കാലത്തും മഹാസമുദ്രങ്ങളും പർവ്വതനിരകളും താണ്ടി അനേകം കാതം ദൂരെ നിന്നും ദേശാടന പക്ഷികൾ കേരളത്തിലെത്തി ദേശാടനകാലം ചെലവിട്ട ശേഷം മടങ്ങിപ്പോകാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് ഇവയുടെ വരവിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ദേശാടന പക്ഷികൾ വരാതിരിക്കാറില്ല. കേരളത്തിൽ ദേശാടനത്തിനെത്തുന്ന പക്ഷികളെ വനപ്പക്ഷികളെന്നും നീർപക്ഷികളെന്നും രണ്ടായി തരംതിരിക്കാം. ഇതിൽ വനപ്പക്ഷികളിൽ ചിലത് നാട്ടിൻപുറങ്ങളിൽ എത്താറുണ്ട്. ഇവയെ നാട്ടുപക്ഷികളെന്നും വിളിക്കും. വനപ്പക്ഷികൾ വനാന്തരങ്ങളെയും നാട്ടിൻപുറങ്ങളിലെ വൃക്ഷങ്ങൾ ഇടതിങ്ങി വളരുന്ന വളപ്പുകളെയും ആശ്രയിക്കുമ്പോൾ നീർപക്ഷികൾ തണ്ണീർത്തടങ്ങളെയും ജലാശയങ്ങളെയും പാഠശേഖരങ്ങളെയും സമുദ്രതീരങ്ങളെയും അഴിമുഖങ്ങളെയും ആശ്രയിക്കുന്നു. ഇനി പ്രധാന ദേശാടന ഗണത്തിൽ പെടാതെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങോളം ഇങ്ങോളം ആഹാരത്തിൻ്റെ ലഭ്യതയനുസരിച്ച് സഞ്ചാരം നടത്തുന്ന പ്രാദേശിക ദേശാടകരുമുണ്ട്. ദേശാടന പക്ഷികളിൽ ആദ്യം ഓർമ്മയിലെത്തുക കുരുത്തോലക്കിളി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന നാഗമോഹനനെയാണ്. ഹിമാലയ സാനുക്കളിൽ നിന്ന് കറുത്ത കിന്നരി തൊപ്പിയും തൂവെള്ള തൂവൽ കുപ്പായവും അണിഞ്ഞെത്തുന്ന നാഗമോഹനൻ പക്ഷിയെ കാടുകളിലും നാട്ടിൻപുറങ്ങളിലും ഒരുപോലെ കാണാം. നീണ്ട് വെളുത്ത റിബൺ വാലുകളുള്ള പാറി നടക്കുന്ന ഈ പക്ഷി നമ്മെ തെല്ലെന്നുമല്ല വിസ്മയിപ്പിക്കുന്നത്. സുവർണ ശോഭയുള്ള തിളങ്ങുന്ന മഞ്ഞ നിറത്തോടു കൂടിയ മഞ്ഞക്കിളികളാണ് അടുത്ത പ്രധാന ദേശാടകർ. കണ്ണിൽ നേർത്ത കറുത്ത പുരിക അടയാളങ്ങളുള്ള നാട്ടുമഞ്ഞക്കിളി ഹിമാലയ സാനുക്കളിൽ നിന്നെത്തുമ്പോൾ കണ്ണിൽ നിന്ന് പുറകിലേക്ക് നീളുന്ന കൊള്ളക്കാരെ അനുസ്മരിപ്പിക്കുന്ന കറുത്ത പട്ടയുള്ള ചീന മഞ്ഞക്കിളി എത്തുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനക്കാരനായ പക്ഷി നമ്മുടെ വീട്ടുവളപ്പിൽ ദേശാടനകാലം ചെലവിടാൻ എത്തുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ്. ചീന മഞ്ഞക്കിളി കാനനപ്പറവയാണെങ്കിലും നഗരങ്ങളിലെ വൃക്ഷങ്ങൾ ഇടതൂർന്നു വളരുന്ന വളപ്പുകളിലും അവയെ കാണാറുണ്ട്. മാമ്പഴത്തിൻ്റെ മഞ്ഞ നിറമുള്ള മഞ്ഞക്കിളികളെ മാമ്പഴക്കിളി എന്നും വിളിക്കാറുണ്ട്. തല കറുപ്പും ദേഹം തിളങ്ങുന്ന മഞ്ഞ നിറവുമുള്ള മഞ്ഞക്കറുപ്പൻ കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ്. കുയിൽ വർഗ്ഗക്കാരായ പക്ഷികളും നമ്മുടെ നാട്ടിൽ ദേശാടനത്തിനെത്താറുണ്ട്. ഇവയിൽ പ്രധാനിയാണ് ചാരക്കുയിൽ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും യാത്ര തിരിച്ച് യൂറോപ്പ്, ഏഷ്യ ഭൂഖണ്ഡങ്ങളിൽ ദീർഘദൂരം സഞ്ചരിച്ച് കേരളത്തിലെത്തുന്ന പക്ഷിയാണ് ചാരക്കുയിൽ. ഇവ ചുരുങ്ങിയ കാലം മാത്രമാണ് കേരളത്തിൽ തങ്ങുന്നത്. ദീർഘദൂരം താണ്ടിയുള്ള ദേശാടന പറക്കലിനിടയിൽ വിശ്രമത്തിനും ആഹാരത്തിനുമാണ് ചാരക്കുയിൽ കേരളം ഇടത്താവളമാക്കുന്നത്. ഒരാഴ്ച മുതൽ 10 ദിവസം വരെ നീളുന്ന ഈ തങ്ങലിൽ ഇവ കമ്പിളിപ്പുഴുക്കളെ ധാരാളം ഭക്ഷിക്കുകയും തുടർ പറക്കലിനായി ശരീരം പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രീലങ്കയിലേക്കും അതിനപ്പുറമുള്ള ദേശങ്ങളിലേക്കും പറന്നുപോകും. തെക്ക് കിഴക്കൻ സൈബീരിയയിൽ നിന്നും യാത്ര തിരിച്ച് തെക്കേ ആഫ്രിക്കയിലേക്കുള്ള ദേശാടന പറക്കലിനിടയിൽ അറേബ്യൻ മഹാസമുദ്രം കടക്കുന്നതിനു മുൻപായി കേരളത്തിൽ താൽക്കാലിക താവളം കണ്ടെത്തി ലഘുദേശാടന കാലം ചെലവിടുന്ന പ്രാപ്പിടിയൻ വർഗത്തിൽപ്പെട്ട ചെറുപരുന്താണ് ചെങ്കാലൻ പുള്ള്. ആൺപക്ഷികളും പെൺപക്ഷികളും പ്രായപൂർത്തിയാകാത്ത പക്ഷികളുമൊക്കെ അടങ്ങുന്ന ചെറു സംഘങ്ങളായിട്ടായിരിക്കും ഇവ സഞ്ചരിക്കുന്നത്. ദേശാടന കാലത്തെ ചെറുതങ്ങലിന് ശേഷം ഇവ കേരളം വിട്ട് അറബിക്കടൽ കടന്ന് ഇവയുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായ ആഫ്രിക്കയിലേക്ക് പോകുന്നു. 22,000 കിലോമീറ്റർ ഇവ ദേശാടന സഞ്ചാരത്തിൽ പിന്നിടുന്നു. പരുന്ത് വർഗ്ഗക്കാരായ പക്ഷികൾ പിന്നിടുന്ന ഏറ്റവും നീണ്ട പറക്കലിൻ്റെ ഉടമയാണ് ചെങ്കാലൻ പുള്ള്. ആവാസ വ്യവസ്ഥയുടെ ശോഷണം മൂലവും കൂട്ടമായി ദേശാടനം സഞ്ചാരം നടത്തുമ്പോൾ വേട്ടയാടപ്പെടുന്നതും നിമിത്തവും ഇവ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. ദീർഘദൂരം സഞ്ചരിച്ച് കേരളത്തിൽ വിരുന്നിനെത്തുന്ന കുഞ്ഞു കുരുവികളാണ് പാടും കുരുവി വർഗത്തിൽപ്പെട്ട ഇളം പച്ച പൊടിക്കുരുവികൾ. ഇവ വടക്ക് കിഴക്കൻ യൂറോപ്പിൽ നിന്നാണ് കടൽ താണ്ടി കേരളത്തിലെത്തുന്നത്. ചിരുവിറ്റ് ശബ്ദത്തോടെ ദേശാടന കാലത്ത് നമ്മുടെ വീട്ടുവളപ്പിലെ വൃക്ഷപ്പടർപ്പിൽ ഈ ചെറുകുരുവികൾ ഇര തേടി നടക്കാറുണ്ട്. വായുവിൽ പറന്നു പൊങ്ങി പ്രാണികളെയും
പാറ്റകളെയും ഭക്ഷിക്കുന്ന പാറ്റപിടിയന്മാരും പ്രധാന ദേശാടകരാണ്. തവിടു പാറ്റപിടിയൻ, മുത്തുപിള്ള, നീലച്ചെമ്പൻ, ചെമ്പുവാലനൊക്കെ കേരളത്തിലെത്താറുണ്ട്. നീലവേലിത്തത്ത, യൂറോപ്യൻ പനങ്കാക്ക, വാനമ്പാടികൾ, വരമ്പന്മാർ, പാറക്കിളികൾ, ചരൽക്കുരുവി എന്നിവ ദേശാടകരായ വനപ്പക്ഷികളാണ്. പരുന്ത് വർഗ്ഗക്കാരായ വംശനാശ ഭീഷണി നേരിടുന്ന താലിപ്പരുന്ത്, പുള്ളിപ്പരുന്ത്, ചെന്തലയൻ പുള്ള്, വെള്ളിക്കറുപ്പൻ, കരിതപ്പി, മേടുതപ്പിയൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. അടുത്തൊരു വിഭാഗമാണ് വാലുകുലുക്കി അല്ലെങ്കിൽ വാലാട്ടിക്കിളികൾ. വഴികുലുക്കിയും കാട്ടുവാലുകുലുക്കിയും വനാന്തരകാലങ്ങളിൽ ദേശാടനകാലം ചെലവിടുന്ന വനപ്പക്ഷികളാണ്. മഞ്ഞ വാലുകുലുക്കികൾ തണ്ണീർത്തടങ്ങളിൽ വൻ സംഘങ്ങളായി ദേശാടനകാലം ചെലവിടുന്നു. മഞ്ഞത്തലയൻ വാലുകുലുക്കി അത്യപൂർവ ദേശാടകരാണ്. ഹിമാലയ സാനുക്കളിൽ നിന്നെത്തുന്ന വെള്ള വാലുകുലുക്കിയും അപൂർവനാണ്. വാലാട്ടി പക്ഷികളിൽ വലിയ വാലുകുലുക്കി കേരളത്തിൽ സ്ഥിരവാസിയാണ്. നമുക്കിനി നീർപക്ഷികളെ പരിചയപ്പെടാം. ദേശാടനകാലത്ത് 1000-ഉം 10,000-ഉം നീർപക്ഷികളാണ് തണ്ണീർത്തടങ്ങളിലെത്തുന്നത്. കാട്ടുതാറാവുകളായ എരണ്ടകളാണ് ഇവയിൽ പ്രധാനികൾ. സൂചിവാലൻ എരണ്ട, വരി എരണ്ട, പുള്ളിച്ചുണ്ടൻ താറാവ് എന്നിവയാണ് കേരളത്തിൽ വിരുന്നിനെത്തുന്ന പ്രധാനപ്പെട്ട എരണ്ടകൾ. വേമ്പനാട്ട് കായലിൽ ഒരു കാലത്ത് 10,000-ത്തിലേറെ കണ്ടിരുന്ന സൂചിവാലൻ എരണ്ടകൾ ഇന്ന് എണ്ണത്തിൽ കുറവാണ്. നീർക്കാടകളാണ് ദേശാടകരായ മറ്റൊരു നീർപക്ഷി കുടുംബം. യൂറോപ്പിൽ നിന്നും ദേശാടനത്തിനെത്തുന്ന നീർക്കാക്ക, പുള്ളിക്കാടക്കൊക്ക്, കരിമ്പൻ കാടക്കൊക്ക്, ചതുപ്പൻ പച്ചക്കാലി, ചോരക്കാലി എന്നിവ തണ്ണീർത്തടങ്ങളിലും സമുദ്രതീരങ്ങളിലും അഴിമുഖങ്ങളിലുമൊക്കെ ഇക്കാലങ്ങളിൽ ഇര തേടി നടക്കാറുണ്ട്. ചുവന്ന കാലുള്ള ചോരക്കാലിയും പച്ചക്കാലുള്ള പച്ചക്കാലിയും തിരമാലകളോട് മത്സരിച്ച് കടൽ തീരങ്ങളിൽ ഇര തേടി നടക്കുന്നത് അവിസ്മരണീയമായ കാഴ്ചയാണ്. സമുദ്രതീരങ്ങളിലും അഴിമുഖങ്ങളിലും ഇര തേടുന്നവരാണ് വാൾകൊക്കനും തെറ്റിക്കൊക്കനും. അരിവാൾ പോലെ നീണ്ടു വളഞ്ഞ കൊക്കുള്ള വാൾകൊക്കൻ വംശനാശ ഭീഷണി നേരിടുന്ന ദേശാടന പറവയാണ്. കക്ക മാത്രം ഭക്ഷിച്ചു കഴിയുന്ന ചുവന്ന കാലും ചുവന്ന ചുണ്ടുമുള്ള കടൽ മണ്ണാത്തി കാണാൻ അഴകുള്ള ദേശാടന പക്ഷിയാണ്. കടലുണ്ടിയിൽ സമുദ്രതീരത്ത് വർഷാവർഷം എത്തുന്ന ദേശാടന പക്ഷികളിൽ വലിയ സംഘം നീർപക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. കടൽക്കാക്കകളാണ് മറ്റൊരു വിരുന്നുകാർ. വലിയ കടൽക്കാക്ക, തവിട്ട് തലയൻ കടൽക്കാക്ക, ചെറിയ കടൽക്കാക്ക, സൂചിച്ചുണ്ടൻ കടൽക്കാക്ക എന്നിവയാണ് കേരളത്തിലെത്തുന്ന പ്രധാനപ്പെട്ട കടൽക്കാക്കകൾ. ഇതിൽ സൂചിച്ചുണ്ടൻ കടൽക്കാക്ക ഒട്ടൊക്കെ അപൂർവമാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന പുറത്തൂർ പൊന്നാനി അഴിമുഖത്ത് വേലിയിറക്ക സമയത്ത് ചെന്നാൽ കണ്ണെത്താ ദൂരത്തോളം ചെളിത്തട്ടിൽ ഇരതേടുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന 10,000-കണക്കിന് കടൽക്കാക്കകളെ കാണാൻ സാധിക്കും. കേരളത്തിൽ 518-ലേറെ ഇനം പക്ഷികളെ ഇതുവരെയായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 200-ലധികം ഇനങ്ങൾ ദേശാടകരും ബാക്കി സ്ഥിരവാസികളോ പ്രാദേശിക ദേശാടനം നടത്തുന്ന പക്ഷികളോ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന 16 തനത് പക്ഷികൾ കേരളത്തിലുണ്ട്. കോഴിവേഴാമ്പൽ, നീലത്തത്ത, കാട്ടൂഞ്ഞാലി, ആൽക്കിളി, ചെറുതേൻകിളി, മലബാർ വാനമ്പാടി, നീലഗിരി പാറ്റപിടിയൻ, നീലക്കിളി പാറ്റപിടിയൻ, കരിഞ്ചമ്പൻ പാറ്റപിടിയൻ, ചാരത്തലയൻ ബുൾബുൾ, തെക്കൻ ചിലിച്ചിലപ്പൻ, വടക്കൻ ചിലിച്ചിലപ്പൻ, സന്ധ്യക്കിളി ചെഞ്ചിലപ്പൻ, പതുങ്ങൻ ചിലപ്പൻ, നീലഗിരി ചിലപ്പൻ എന്നിവയാണ് സഹ്യാദ്രിയിലെ തനത് പക്ഷികൾ. ഇവയെല്ലാം തന്നെ ആവാസ വ്യവസ്ഥയുടെ ശോഷണത്താൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ്. ഡോക്ടർ സാലിം അലിയുടെ ബോർഡ്സ് ഓഫ് കേരള, പ്രൊഫസർ കെ നീലകണ്ഠൻ്റെ കേരളത്തിലെ പക്ഷികൾ എന്നിവയാണ് കേരളത്തിലെ പക്ഷികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങൾ. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ മയിൽ സങ്കേതത്തെയും കേരളത്തിലെ ഏക പക്ഷി സങ്കേതത്തെയും നമുക്ക് പരിചയപ്പെടാം. പാലക്കാട് ജില്ലയിൽ മയിലാടുംപാറ എന്നറിയപ്പെട്ടിരുന്ന ചൂളന്നൂരിൽ 485 ഹെക്ടർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന മയിൽ സങ്കേതമാണ് ചൂളന്നൂർ മയിൽ സങ്കേതം. ആലത്തൂർ വനമേഖലയിലെ ചൂളന്നൂർ മയിൽ സങ്കേതം കുഴൽമന്ദം പെരിങ്ങോട് കുരിശി റോഡിൽ സ്ഥിതി ചെയ്യുന്നു. പാലക്കാട്ട് നിന്നും 30 കിലോമീറ്റർ അകലെയാണ് ചൂളന്നൂർ മയിൽ സങ്കേതം. ഇന്ത്യയിലെ തന്നെ ദേശീയ പക്ഷിയായ മയിലുകൾക്കായുള്ള ആദ്യ സങ്കേതമാണ്
ചൂളന്നൂർ മയിൽ സങ്കേതം. കേരളത്തിലെ പക്ഷി നിരീക്ഷകരുടെ ആചാര്യനായ ഇന്ദുചൂഡൻ്റെ സ്മരണാർത്ഥം 2017 ഇന്ദുചൂഡൻ മയിൽ സങ്കേതം എന്ന ഈ സങ്കേതത്തെ പുനർനാമകരണം ചെയ്തു. അടുത്തതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് തട്ടേക്കാടുള്ള സാലിം അലി പക്ഷി സങ്കേതം. ഇന്ത്യയിലെ പക്ഷി നിരീക്ഷകരുടെ കുലഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ സാലിം അലിയുടെ സ്മരണാർത്ഥം 1983 ഈ പക്ഷി സങ്കേതം സ്ഥാപിതമായത്. പെരിയാറിൻ്റെ കൈവഴികളിലൊന്നിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 25.16 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ താഴ്ന്ന വിതാനങ്ങളിലെ നിത്യഹരിത വനങ്ങളിൽ 300-ലേറെ പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. രാത്രിഞ്ചര പക്ഷികളായ മാക്കാച്ചിക്കാട, റിപ്ലിമൂങ്ങ, ചെവിയൻ രാച്ചുക്കു എന്നിവയുടെ സാന്നിധ്യമാണ് ഈ പക്ഷി സങ്കേതത്തെ ഏറെ ആകർഷകമാക്കുന്നത്. ഓരോ ദേശാടന കാലവും കേരളത്തെ കിളിനാദത്താൽ മുഖരിതമാക്കുന്ന വിരുന്നുകാർ കൂടുകെട്ടുവാനായി സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്നതോടെ നമ്മുടെ തണ്ണീർത്തടങ്ങൾ നിശബ്ദമാകുന്നു. വീണ്ടും ഒരു ദേശാടന കാലത്തിന് കാതോർത്തു നാം ഇരിക്കുന്നു.